ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2024 ജാനുവരി സെഷൻ അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ലാസ്റ്റ് ഡേറ്റ് ഉള്ളത് ഫെബ്രുവരി 29 ഇത് നമുക്ക് ഒരുപാട് തവണ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അഡ്മിഷൻ ആണെങ്കിലും രജിസ്ട്രേഷൻ ആണെങ്കിലും നിലവിൽ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 29 അപ്പോൾ ഇനി ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എക്സ്റ്റൻഷൻ ചാൻസ് ഉണ്ട്, പക്ഷേ വളരെ കുറവാണ്. അപ്പോൾ ഇഗ്നോയുടെ അഡ്മിഷൻ ആണെങ്കിലും രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിലും ഇനി നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്ഷയയിലോ കഫേയിലോ ഒന്നും പോയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇഗ്നോയുടെ അടുത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ താഴെ നൽകുന്നുണ്ട്. അതിനകത്തേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അഡ്മിഷൻ സർവീസ് ചാർജ് 300 രൂപയാണ്, രജിസ്ട്രേഷൻ ആണെങ്കിൽ 100 രൂപയാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. ലാസ്റ്റ് ഡേറ്റ് 29 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 29 വരെ ഒന്നും ചെയ്യില്ല, ഒരു 26, 27 വരെയൊക്കെ ചെയ്ത് കൊടുക്കുള്ളൂ. കാരണം ലാസ്റ്റ് ഡേറ്റ് അടുക്കും തോറും നമുക്ക് ഭയങ്കര റഷ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മെസ്സേജ് അയക്കണം കൂടി, പിന്നെ അവർക്ക് പ്രോസസ്സ് കൂടി ചെയ്തിട്ടുള്ള ഒരു നേരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 27 മുന്നെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ. പിന്നെ ഈ ഒരു ഡേറ്റ് എക്സ്റ്റൻഷൻ ചാൻസ്, ഇപ്പോൾ അഡ്മിഷൻ കേസ് പറയുകയാണെങ്കിൽ അഡ്മിഷൻ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അതിനകത്ത് സെമസ്റ്റർ വൈസ് പ്രോഗ്രാം ആയിട്ടുള്ള MBA, MCOM, BCA, MCA ഇതിൻ്റെ ഒക്കെ എക്സ്റ്റൻഷൻ ചാൻസ് വളരെ വളരെ കുറവാണ്. കാരണം അവർക്ക് ഇനിയും അഡ്മിഷൻ നീളുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ജൂണിൽ എക്സാം എഴുതാൻ പറ്റില്ല. ഓക്കെ, അവർക്ക് സെമസ്റ്റർ വൈസ് അല്ലേ. അതേസമയം ഇയർ വൈസ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിസംബറിലാണ് എക്സാം ഉള്ളൂ. അപ്പോൾ അവർക്ക് ഇനി ഒരു മാർച്ചിലൊക്കെ അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് ഡിസംബർ എക്സാമിനെ ബാധിക്കില്ല. അതുകൊണ്ട് ഇയർ വൈസ് പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം സെമസ്റ്റർ വൈസ് പ്രോഗ്രാമിൻ്റെ ഒക്കെ അഡ്മിഷൻ മിക്കവാറും ഫെബ്രുവരി ക്ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അഡ്മിഷനൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തോളൂ. ഇനി നമ്മുടെ രജിസ്ട്രേഷൻ കേസ് പറയുകയാണെങ്കിൽ രജിസ്ട്രേഷനൊക്കെ നവംബർ ഡിസംബറിലൊക്കെ തുടങ്ങിയതാണ്. അപ്പോൾ അത്രയും മുന്നേ തുടങ്ങിയതാണ്. ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ ലേറ്റ് ഫീ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് 200 രൂപയാണ് നോർമലി ലേറ്റ് ഫീ ഉണ്ടാവാറ്. അപ്പോൾ എക്സ്റ്റെൻഡഡ് വിത്ത് ലേറ്റ് ഫീ ആയിരിക്കും ചാൻസ്. അപ്പോൾ വെറുതെ എന്തിനാണ് 200 രൂപ കൊടുക്കുന്നത്? അപ്പോൾ പെട്ടെന്ന് തന്നെ പൈസ ഒക്കെ റെഡി ആയിട്ടുള്ളവർ 29 മുന്നേ ചെയ്തോളൂ. ഈ പറഞ്ഞേക്കുന്ന എക്സ്റ്റൻഷൻ ചാൻസ് വളരെ കുറവാണ്. എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ വിത്ത് ലേറ്റ് ഫീ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ 29 മുന്നേ ചെയ്തോളൂ. എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർച്ചിൽ ചെയ്യാം. ഈ അഡ്മിഷനും രജിസ്ട്രേഷനും ഒന്നും എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത അഡ്മിഷൻ വരുന്നത് 2024 ജൂലൈ സെഷനാണ്. അപ്പോൾ അതൊരു ജൂൺ ജൂലൈയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 മാസം സേവ് ചെയ്യാൻ പറ്റും. അതായത് 6 മാസം മുന്നത്തെ ബാച്ചിൽ കയറാൻ പറ്റും. ഇനി ഇതേ സമയം ജൂലൈയിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 മാസം നഷ്ടമായിരിക്കും. അതായത് 6 മാസം പിന്നോട്ടുള്ള ബാച്ചിലായിരിക്കും നിങ്ങൾ വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തായാലും ഇഗ്നോയുടെ അഡ്മിഷൻ ആയിക്കോട്ടെ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 29 ഒന്നും അറിയില്ല, 1 അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ എന്തായാലും നമ്മൾ ഈ ഒരു ചാനൽ വഴി തന്നെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ.